അമ്മ നാട്ടിൽ പോയ പിന്നെ എനിക്ക് കുക്കിംഗ് പരിപാടികളെല്ലാം ഒരു വെല്ലുവിളി തന്നെയാണ്. എങ്കിലിന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയേക്കാം. ഈ സമയം ജേജൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ക്യാരറ്റ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാനേജിന് വേണ്ടി ഞാൻ മുളക് പൊടി ആദ്യമേ എടുത്തിട്ടു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ടിക്ക പൗഡറും കുറച്ച് ഉപ്പും ചേർത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്യാൻ തുടങ്ങി. മിക്സ് ചെയ്ത് അവസാനം ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്യാം 30 മിനിറ്റ്. ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടി അരിഞ്ഞേക്കാം. ജയിച്ചനുള്ളത് കൊണ്ട് ഈ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിയും. ഇഞ്ചിയുടെയും ഗാർലിക്കിൻ്റെയും കാര്യം ജയിച്ചൻ നോക്കുമ്പോൾ കുറച്ച് ഉള്ളി അരിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. പുള്ളിയുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കൽ പരിപാടികളുടെ ഇടയിലൂടെയാണ് ഈ കട്ടിങ് പരിപാടികളും കൂടി. അപ്പോൾ പ്രോൺസിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് ഗാർലിക്കും കൂടി ആയാൽ കുശാൽ. ഈ സമയം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പ്രോൺസ് എല്ലാം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെ? ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ച്, അതും വെളിച്ചെണ്ണ തന്നെ, കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും കൂടിയിട്ട് നന്നായിട്ടങ്ങ് വഴറ്റുക. തക്കാളി നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ. അതിൻ്റെ കൂട്ടത്ത് കുറച്ചും കൂടി ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് മസാലയുടെ ഉപ്പാക്കാം. ഈ സമയം ജയിച്ചൻ എനിക്ക് സാൻഡ്വിച്ച് ഡിന്നർ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, ഇതാണ് പുള്ളിയുടെ സ്പെഷ്യൽ അവക്കാഡോ ഡിന്നർ. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? അതെ, പ്രോൺസ് റോസ്റ്റ്. നമുക്ക് ഈ ഉള്ളിയിലേക്ക് നമ്മളുടെ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വാടിക്കുഴഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണവും മാറണം, നന്നായി വേവുകയും വേണം. അതിൻ്റെ കൂട്ടത്ത് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. കുറച്ചും കൂടി ഒന്ന് വേവട്ടെ. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ഫ്രൈഡ് പ്രോൺസ് അതിലേക്ക് തട്ടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഫൈനലി നമ്മളുടെ ക്രഷ്ഡ് പെപ്പർ ആൻഡ് കുറച്ച് കറിവേപ്പില. നല്ല മണം വരുന്നുണ്ട്. ഇതും വെറും റോസ്റ്റ് അല്ല, ജയിച്ചൻ്റെ ഫേവറേറ്റ് റോസ്റ്റ് കൂടിയാണ്. എങ്കിൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ? കണ്ടില്ലേ? ഇതാണ് നമ്മളുടെ പ്രോൺസ് റോസ്റ്റ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? മോശമല്ല, കൊള്ളാം, നല്ല കൈപ്പുണ്യമുണ്ട്. എന്താല്ലേ, ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കമൻറ്റ് പറഞ്ഞു. ബൈ.